മുസ്ലിം ലീഗിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് തവനൂർ MLA ആയ ഡോക്ടർ KT ജലീൽ. ഫേസ്ബുക്കിൽ മുസ്ലിം ലീഗ് നേതാവ് PV അബ്ദുൾ വഹാബിന് എഴുതിയ തുറന്ന കത്തിലൂടെയാണ് KT ജലീലിന്റെ വിമർശനം. 2018 പ്രളയത്തെ തുടർന്ന് ശേഖരിച്ച ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ച് ജലീൽ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ പുതിയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. ജലീൽ തന്റെ കത്തിൽ ലീഗ് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഫണ്ടിന്റെ ആകെത്തുക, വിതരണ രീതി, മലപ്പുറത്ത് 50 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തതായി പറയുന്ന ഭൂമിയുടെ വിശദാംശങ്ങൾ, കവളപ്പാറയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പുരോഗതി തുടങ്ങിയവയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ് KT ജലീൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലീഗ് പിരിച്ച മറ്റ് ഫണ്ടുകളായ ഗുജറാത്ത് ഫണ്ട്, സുനാമി ഫണ്ട് തുടങ്ങിയവയുടെ വിനിയോഗത്തെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിച്ച ജലീൽ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് പൂർണ്ണമായ സുതാര്യത പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ജലീലിന്റെ ഈ ആരോപണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ചർച്ചയായിരിക്കുകയാണ്. KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അബ്ദുൾ വഹാബിന് എഴുതിയ ആ തുറന്ന കത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ലീഗിന്റെ വയനാട് ഫണ്ട് ഒരു തുറന്ന കത്ത് എന്ന തലക്കെട്ടോടെ ആരംഭിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രിയപ്പെട്ട വഹാബ് സാഹിബിന് വസലാം. താങ്കളോടുള്ള എല്ലാ സ്നേഹവും ആദരവും നിലനിർത്തി ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തെ പുഷ്കലമാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണല്ലോ താങ്കൾ. കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് അങ്ങ് മുഖപുസ്തകത്തിൽ പങ്കുവച്ച കുറിപ്പാണ് ഈ കത്തിന്റെ ആധാരം. അതിൽ താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രളയ ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിച്ചിരുന്നു. അത് വിവിധ ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകൾ അനുസരിച്ച് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 3 ഏക്കർ സ്ഥലമെടുത്ത് 50 കുടുംബങ്ങൾക്ക് നൽകി. സംസ്ഥാന കമ്മിറ്റി 1 കോടി ചിലവിട്ട് നിലമ്പൂരിൽ നിർമ്മിക്കുന്ന 10 വീടുകളുടെ പണി പൂർത്തിയായി വരുന്നു. ഞാൻ താങ്കളുടെ വാക്കുകൾ അവിശ്വസിക്കുന്നില്ല. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി പിരിഞ്ഞു കിട്ടിയത് എന്ന് ഇന്നോളം വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ചന്ദ്രിക പത്രത്തിലും അത് വന്നത് ഓർക്കുന്നില്ല. പ്രസ്തുത ഫണ്ട് എത്ര രൂപ വെച്ച് ആർക്കൊക്കെയാണ് നൽകിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 50 കുടുംബങ്ങൾക്ക് 3 ഏക്കർ ഭൂമി നൽകിയതായി പറയുന്നുണ്ടല്ലോ. അത് ഏതൊക്കെ പഞ്ചായത്തുകളിലെന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരിക്കും. പേരുകൾ പരസ്യപ്പെടുത്തുന്നത് ബന്ധപ്പെട്ടവർക്ക് മാനഹാനി ഉണ്ടാക്കും എന്നതിനാലാണ് പഞ്ചായത്ത് പറഞ്ഞാൽ മതി എന്ന് സൂചിപ്പിച്ചത്. എത്ര സെന്റ് ഭൂമിയാണ് ഓരോ കുടുംബത്തിനും കൊടുത്തത്? ആ 3 ഏക്കർ സ്ഥലം വാങ്ങി നൽകാൻ ലീഗ് കമ്മിറ്റിക്ക് എത്ര രൂപയാണ് ആകെ ചെലവായത്? സംസ്ഥാന ലീഗ് കമ്മിറ്റി കവളപ്പാറയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുടെ പണി പ്രളയം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനാകാത്തതിന്റെ കാരണം എന്താണ്? ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് പ്രളയ ദുരിതാശ്വാസ സഹായത്തിനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് അപേക്ഷകൾ കിട്ടിയത്? ഓരോ ജില്ലയിലെയും അപേക്ഷകളിൽ അർഹരെന്ന് കണ്ടെത്താൻ പാർട്ടി സ്വീകരിച്ച മാനദണ്ഡം എന്താണ്? അങ്ങനെ കണ്ടെത്തിയവർക്ക് എത്ര രൂപയുടെ സഹായമാണ് ഓരോ ജില്ലയിലും നൽകിയത്? പണമായാണോ, സ്ഥലമായാണോ, വീടായാണോ, ഉപജീവന മാർഗമായാണോ പ്രസ്തുത സഹായങ്ങൾ വിതരണം ചെയ്തത്? ലീഗ് നൽകിയ സഹായം കൈപ്പറ്റിയ വ്യക്തികളുടെ പേരുകൾ വെളിപ്പെടുത്താൻ സാധിക്കുമോ? അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായം കൈപ്പറ്റിയവർ താമസിക്കുന്ന വിവിധ ജില്ലകളിലെ പഞ്ചായത്തുകളുടെ പേരുകളെങ്കിലും വെളിപ്പെടുത്താനാകുമോ? മേൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താങ്കൾ മുഖപുസ്തകത്തിലൂടെ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് KT ജലീൽ പറയുന്നു. ലീഗിന്റെ ഫണ്ട് ശേഖരണത്തെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും വലിയ സംശയങ്ങൾ പൊതുസമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലീഗ് പിരിച്ച എല്ലാ ഫണ്ടുകളെ സംബന്ധിച്ചും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഗുജറാത്ത് ഫണ്ടായാലും, സുനാമി ഫണ്ടായാലും, മദ്രാസ് പ്രളയ ഫണ്ടായാലും, കത്വ ഉന്നാവോ ഫണ്ടായാലും, മഹാപ്രളയ ഫണ്ടായാലും, ഡൽഹിയിലെ ഖായിദെ മില്ലത്ത് സൗധം ഫണ്ടായാലും എല്ലാം. ഇതിൽ ലീഗിന്റെ ഡൽഹി ആസ്ഥാന ഫണ്ട് പിരിച്ചതിന് കണക്കുണ്ട്. അതിന്റെ വിനിയോഗത്തിന്റെ കണക്ക് പക്ഷേ ഇനിയും പുറത്തു വന്നിട്ടില്ല. അത് തീർച്ചയായും ജനങ്ങളെ ആപ്പ് വഴി തന്നെ അറിയിക്കണം. സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർ പാർട്ടിയിൽ അർപ്പിക്കുന്ന വിശ്വാസം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന സംഭാവനകൾ ലീഗ് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റുകയാണ് ചെയ്യുക. ധനശേഖരണത്തിന് ഉണ്ടാക്കിയതുപോലെ ഒരു സ്പെഷ്യൽ ആപ്പ് പണം ചെലവഴിച്ചതിനും ഉണ്ടാക്കാൻ അങ്ങ് മുൻകൈ എടുക്കണം. മറ്റ് ഫണ്ടുകളുടെ ഗതി വയനാട് ഫണ്ടിന് ഉണ്ടാകാതെ നോക്കണം. ഓരോ മാസവും ചിലവാക്കുന്ന സംഖ്യയും ഏത് പ്രദേശത്താണ് ചിലവാക്കുന്നതെന്നും ആപ്പ് വഴി പൊതുസമൂഹത്തെ അറിയിച്ചാൽ ലീഗ് ചരിത്രത്തിലെ പുതിയ അധ്യായമാകുമത്. പലപ്പോഴും ലീഗിന്റെ ഇത്തരം റിലീഫ് ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നതായാണ് കാണുന്നത്. ഒരു കാര്യത്തിന് ഒരാൾ പണം നൽകിയാൽ ആ സംഖ്യ അതേ ആവശ്യത്തിലേക്ക് ചെലവിടാൻ വിശ്വാസികൾ എന്ന നിലയിൽ പിരിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാത്ത പക്ഷം നാളെ നാഥന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും. ധനവിനിയോഗ കാര്യത്തിൽ സത്യസന്ധത പുലർത്താത്തവൻ മുസ്ലിമല്ല എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഇതൊന്നും ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല.
അതിന് ബാധ്യതപ്പെട്ട പണ്ഡിതന്മാർ വരെ നിസ്സംഗത പാലിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അക്കാര്യം ഓർമ്മപ്പെടുത്തണമല്ലോ. ആ ചുമതലയാണ് ഞാൻ നിർവഹിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രധാന ഭാരവാഹി എന്ന നിലയിൽ താങ്കൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് മുൻകൈയെടുക്കുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം താങ്കളുടെ പഴയ സഹപ്രവർത്തകനും ഇപ്പോഴത്തെ അഭ്യുദയകാംക്ഷിയുമായ ഡോക്ടർ KT ജലീൽ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്.